So yes guys, Unni Mugandan is back and he is with the bank. ജയ് ഗണേഷ് എന്ന പടത്തിന് പോസിറ്റീവ് റിവ്യൂസ് ആണ് എല്ലാവരും പറയുന്നത്. ആൻഡ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യവും യെസ് ദിസ് ഈസ് വർത്ത് എ വാച്ച്. കാണാൻ നല്ല രസമുള്ളൊരു പടം. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മിന്നൽ മുരളി പോലെ ഒരു സൂപ്പർ ഹീറോ മൂവിയല്ല, എന്നിരുന്നാലും ദിസ് ഗായ് ഗണേഷായിട്ട് അഭിനയിക്കുന്ന ഉണ്ണി മുകുന്ദൻ ആ ക്യാരക്ടറിന് ഹീസ് ഹാഫ് പാരലൈസ്ഡ്, അരക്ക് കീഴ്പ്പെട്ട് നടക്കാൻ സ്വാധീനമില്ലാത്തൊരു കക്ഷി. ഹീ ഈസ് ലൈക്ക് എന്താ പറയുക, വീൽ ചെയർ ഇല്ലാണ്ട് എവിടെയും പോകാൻ കഴിയത്തില്ല. സോ അവൻ്റെ ഉള്ളിലെ കഴിവ് വെച്ചിട്ട് ലൈക്ക് ഹീ ഈസ് ലൈക്ക് ടെക്നിക്കലി ഏബിൾ, ലൈക്ക് കമ്പ്യൂട്ടറിലെ ഹാക്കിംഗ്, എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ പഠിച്ച വ്യക്തിയാണ്. സോ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അതിനെക്കുറിച്ചൊരു വ്യക്തത നൽകുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറിന് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട്. ബട്ട് ഉള്ളിൽ ഒരു ചെറിയൊരു നീറ്റൽ എപ്പോഴും ഉണ്ട്. തൻ്റെ കൂട്ടുകാർ കള്ള് കുടിച്ച് ഡാൻസ് കളിക്കുമ്പോഴും തൻ്റെ എന്താ പറയുക ഫ്ലാറ്റിൽ താമസിക്കുന്ന അപ്പുറത്തുള്ള കൂട്ടുകാരും വ്യക്തികളും എല്ലാവരും നടന്നു നീങ്ങുമ്പോഴും ആളുടെ ഉള്ളിലൊരു വിഷമം നല്ല രീതിയിലെടുത്ത് കാണിക്കുന്നുണ്ട്. കക്ഷിക്ക് എന്താ പറയുക, ആത്മഹത്യ ചെയ്താലോ എന്നൊരു പ്രേരണ ഉള്ളിൽ അപ്പോഴും ഉണ്ട്. ആൻഡ് അങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോൾ കക്ഷിയുടെ അടുത്തുള്ള ഒരു ഇഷ്ട വ്യക്തി, ഒരു ഫ്രണ്ട് കക്ഷിനെ തട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് കക്ഷി അതിൽ ഇടപെട്ടൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തൻ്റേതായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ്, തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് സോൾവ് ആക്കുന്ന ഒരു കഥ. ആൻഡ് ഈ ഒരു സിനിമ ആക്ച്വലി അവസാനിക്കുന്നില്ല. സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ആരോ മാർക്ക് ഇട്ടിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു ബിഹൈൻഡ് ദ കേർട്ടൻ ഒരു വ്യക്തി ഇപ്പോഴും ഉണ്ട്. ഹൂ ഈസ് ഹി എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല സിനിമ. സോ സെക്കൻഡ് പാർട്ടിനുള്ള സകല സ്കോപ്പും വച്ചിട്ടാണ് സിനിമ നിർത്തിയിരിക്കുന്നത്. നൗ സെക്കൻഡ് പാർട്ട് എന്ന് ഉണ്ടാവും, അത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതൊന്നും പ്രൊഡക്ഷൻ ടീമൊന്നും പറഞ്ഞിട്ടില്ല, ഡയറക്ടർ ടീമൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് സ്കോപ്പ് ഉണ്ട്. ഐ തിങ്ക് ദേ ആർ വെയിറ്റിംഗ് ഫോർ ദി റിസൾട്ട്സ്. ഈ ഒരു സിനിമ എങ്ങനെയാണ് ഓഡിയൻസ് എടുക്കുന്നത്, സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി സെക്കൻഡ് സീക്വൽ ഇറങ്ങുന്നുണ്ടാവാം. എനിവേ സീക്വൽ ഇറങ്ങിയാൽ എന്നായിരുന്നാലും കൂടി ഐ തിങ്ക് എല്ലാവരും പഴയ രീതിയിൽ ഈ സിനിമയെ തന്നെ എടുക്കും. കാരണം കാണാനൊരു സുഖമുണ്ട്, കഥയ്ക്ക് ഒരു രസമുണ്ട്. ആൻഡ് ഈ ഗണേഷ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിനും എന്താ പറയുക, ഹീസ് നോട്ട് ലൈക്ക് മെറ്റാ ഹ്യൂമൻ, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞൊരു മനുഷ്യനല്ല. ഹീസ് ലൈക്ക് എ നോർമൽ ഹ്യൂമൻ ബീങ്. ആളുകളുടെ ഉള്ളിലെ എന്താ പറയുക ചെകുത്താനുമായിട്ട് നല്ല രീതിയിൽ മൽപ്പിടുത്തം പിടിക്കുന്നുണ്ട്. ബട്ട് ഹീ സ്റ്റിൽ സർവൈവിങ്. സോ അതൊക്കെ രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് ദ വേ ഹി ഹാസ് പോർട്രേഡ് ആ ഒരു നല്ല ഭാഗവും ചീത്ത ഭാഗവും, ആളുടെ കഴിവില്ലായ്മയും ആളുടെ എന്താ പറയുക വിഷമം ഉള്ളിലേക്ക് ഒതുക്കി കൂടാണ്ട് തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്തും, പിന്നെ നീതി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, രമ്യ പേര് ഞാൻ മറന്നു അടിയാഴ്ച. സോ ആ ക്യാരക്ടർ പേര് നിധി എന്നാണ്. ആ നിധിയുടെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നതും തൻ്റെ അച്ഛനായ അശോകൻ അഭിനയിക്കുന്ന ക്യാരക്ടർ, ഗണേശൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ ആളോട് പൊട്ടിത്തെറിക്കുന്നത്, അതൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഫീൽ കിട്ടുന്നത് എന്താ പറയുക, ഗണേഷ് ഒരു സൂപ്പർ ഹീറോ അല്ല, ലൈക്ക് ആളുടെ ഉള്ളിൽ നല്ല രീതിയിൽ വിഷമുണ്ട്. അതാണ് ശരിക്കും ഫീലായത് സിനിമയിലേക്ക് എനിക്ക്. ഇൻവെസ്റ്റിഗേറ്റീവ് അതൊക്കെ എന്താ ചെയ്യുന്നു, ബൈ ദ എൻഡ് യു ക്യാൻ ഗെസ് എങ്ങനെയായിരിക്കും ക്ലൈമാക്സ് അവസാനിക്കുക എന്നുള്ളത്. സോ ആ ഒരു ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഇമോഷണൽ ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ഈസ് എ രഞ്ജിത്ത് സിനിമ, കൊള്ളാം. ആൻഡ് റിവ്യൂസൊക്കെ വായിച്ചെടുത്തോളം കാലം ദർ ലൈക്ക് നോ നെഗറ്റീവ് റിവ്യൂസ്. സിനിമയുടെ തുടക്കത്തിൽ ഐ ഹാഡ് എ നോഷൻ ലൈക്ക് ഉണ്ണി മുകുന്ദൻ്റെ ക്യാരക്ടർ ഗണേഷ് ഈസ് ലൈക്ക് മെറ്റാ ഹ്യൂമൻ, ലൈക്ക് ഗണേഷ് എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ കഴിവ് വല്ലതും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു. ബട്ട് നോ, ദിസ് ഇസ് നോട്ട് ആ ഒരു ശക്തിമാൻ മൂവിയല്ല, ദിസ് ഇസ് ടോട്ടലി എ ഹ്യൂമൻ മൂവി. സോ ഗൈസ് നല്ലൊരു മൂവി തന്നെയാണ്. ഐ റെക്കമെൻഡ് യു ഗൈസ് വാച്ച്. തിയേറ്റർ വേണം, OTT വേണം, ഇറ്റ്സ് അപ്പ് ടു യുവർ ചോയ്സ്. ബട്ട് കിഡ്സ്, കുട്ടികളൊത്ത് ഈ വെക്കേഷൻ കാലത്ത് കാണാൻ പറ്റിയ നല്ല ഒരു തിയേറ്ററിക്കൽ സിനിമ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു റിവ്യൂ. സോ ഗൈസ് അടുത്ത മൂവി റിവ്യൂമായിട്ട് വരും. അതുവരെയ്ക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ജോബ്. അത് പറഞ്ഞാൽ മുഴുവൻ വെള്ളിയിലൊക്കെ വരുന്നത്. ഗുഡ് ജോബ് ഉണ്ണി മുകുന്ദൻ. അടുത്ത മൂവിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആസ് യൂഷ്വൽ സ്റ്റേ ട്യൂൺ ഫോർ മോർ.